ഔലിയാകൾ സയ്യിദ് അലവി മുംബറമി, സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി ഫന്നാനി, ഉമർ ഖാദി ബിലംകുത്തി, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പുത്തമ്പള്ളി പോലെയുള്ള ഇഷ്ടം പോലെ മഹാന്മാര് ഉണ്ട് ഈ രംഗത്തുള്ളത്. മഹാന്മാരായ പൂർണ്ണരായ ആളുകൾ അവര് എന്താണ്, അവരുടെ ഹൃദയം അള്ളാഹുവിന്റെ പ്രേമത്തിൽ, അവന്റെ ഓർത്ത് അവന്റെ പ്രേമത്തിൽ കത്തിക്കൊണ്ടിരിക്കും. അതിന് മഹബു എന്ന് പറയും. എന്നാൽ അവർ സഹവിലായിരിക്കും. ആ സഹവിൽ മുത്തുനബിയുടെ ആ ചര്യയെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട്, മുത്തുനബിയുടെ ഒരു കണ്ണാടിയായി വർത്തിച്ചുകൊണ്ട്, മുത്തുനബിയുടെ ഒരു ഭാഗമായി, മുത്തുനബിയുടെ ജുസ് ആയിക്കൊണ്ട് നിലകൊണ്ട് മുത്തുനബിയെ കാണിക്കുന്ന ഒരു അവസ്ഥ ഈ മഹാന്മാരായ ഔലിയാക്കൾക്ക്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, കാരണം അള്ളാഹിനോട് ഹുബ്ബ് കൊണ്ടാണ് പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരിക്കും. ഒരു ഈനാസായിരിക്കും, ഒരു നേരം പോക്കായിരിക്കും ഖുർആൻ പാരായണം. ഒരു കഥയായിരിക്കും നേരം പോക്ക്. അള്ളാഹിന്റെ ഖുർആൻ ഓതുമ്പോ അള്ളാഹിന്റെ കൂടായ്മയായിട്ട് തോന്നുന്നു. കാരണം അള്ളാഹിന്റെ കലാമല്ല, നാവ് എന്റേതാണെങ്കിൽ കലാം അള്ളാഹിന്റെതാണ്, സംസാരം അള്ളാഹിന്റെതാണ്. അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹിന്റെ സിഫത്തല്ലത്. അപ്പൊ അവന്റെ കൂടെയാവല്, അവന്റെ സിഫത്തിന്റെ എഴുത്തിബാറിൽ അവനിലേക്ക് അവൻ എത്തും ഖുർആൻ ഓതുമ്പോ. മരണശേഷമുള്ള ജീവിതം, ആ ജീവിതത്തിന് വേണ്ടി ഒരു മഹാന് പറഞ്ഞില്ലേ, നീ ഈ ഭൂമി ലോകത്ത് എത്ര കാലം ജീവിക്കുന്നോ അത്ര കണ്ട് നീ എന്ത് ചെയ്യുക, അതിനു വേണ്ടി നീ ഇത് ഭൂമിയിൽ അവിടുത്തെ കാര്യത്തിന് വേണ്ടി നീ അധ്വാനിച്ചു കൊള്ളൂ. എന്നാൽ ആഖിറത്തിൽ നീ എത്ര കാലം ജീവിക്കുന്നോ അതിനു വേണ്ടിയുള്ള ഒരു അധ്വാനം നീ അധ്വാനിച്ചു കൊള്ളൂ. അപ്പൊ ആഖിറത്തിൽ കാലാകാല ജീവിതത്തിന് എത്ര പേർ അധ്വാനിക്കേണ്ടി വരും. അപ്പൊ മരണശേഷമുള്ള ജീവിതത്തെ, എന്റെ മരണശേഷമുള്ള ജീവിതം എന്തായിരിക്കണം, ഭംഗിയാക്കണം. അവിടെ എനിക്ക് സുഖവും സൗഖ്യവും എനിക്കും എന്റെ ഭാര്യക്കും കുട്ടികൾക്കും സന്താനങ്ങൾക്കും ഉണ്ടാക്കണം. അവിടെ ഒരു വീട് ഉണ്ടാക്കണം. ഇവിടെ നമ്മളെ ഭാര്യക്കും കുട്ടികൾക്കും സന്താനങ്ങൾക്കും വേണ്ടി വീടുണ്ടാക്കാൻ പരിശ്രമിക്കണില്ലേ? എന്നാൽ അവിടെ എന്റെ ഭാര്യക്കും കുട്ടികൾക്കും സന്താനങ്ങൾക്കും വേണ്ടി വീടുണ്ടാക്കണം എന്നുള്ള ചിന്ത വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين. الحمد لله. എൻ്റെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിലും ഈമാനുകൊണ്ട് വിശ്വസിച്ച ഓരോ വ്യക്തിക്കും, അതായത് നമുക്ക് ഏവർക്കും അത്യാവശ്യമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഉണർത്താനാണ് നിങ്ങളിലേക്ക് അഭിമുഖീകരിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹൗല ഖുവ്വത്ത് കൊണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസിനികളായ ഏവർക്കും അത്യാവശ്യമായ 3 കാര്യങ്ങളുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹു തആലയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ തൃപ്തിയിൽ അവന്റെ സന്തോഷത്തിലുമായി കഴിയുവാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഉണർത്താനുള്ളത്. അള്ളാഹു തആല അങ്ങനെ ഏവരെയും പിടിച്ചും എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അവനെ ശിക്ഷിക്കുക എന്നുള്ള ഏർപ്പാട് പടച്ചോനിക്കില്ല. അള്ളാഹു തആല എങ്ങനെയെങ്കിലും അവന്റെ അടിമകളെ രക്ഷപ്പെടുത്താനുള്ള, അവന്റെ അടിമകൾ എങ്ങനെയെങ്കിലും അവരുടെ മേൽ കാരുണ്യം പ്രവർത്തിക്കാനാണ് അള്ളാഹു തആലാന്റെ എല്ലാവിധമായിട്ടുള്ള അള്ളാഹുവിന്റെ ഇറാദത്ത് അങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഇഷ്ഖ് അങ്ങനെയാണ്. അപ്പോ അല്ലാതെ എല്ലാവരെയും പ്രയാസപ്പെടുത്താനുള്ളതൊന്നും സിട്ടാവായ അള്ളാഹു തആല അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലില്ല. പിന്നെ മനുഷ്യര് മനഃപൂർവ്വം വീണ്ടും വീണ്ടും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹും അവന്റെ റസൂലും വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ അതിനൊക്കെ നിഷേധിച്ച് നിന്ദിച്ച് പരിഹസിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അവന്റെ ശിക്ഷ ഇറങ്ങി. അപ്പോ നമ്മളെ ഉള്ളിലേക്കാണെങ്കിലോ ഒരു പിശാച് ഇവിടെ ഉണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിം അവന്റെ സന്തത സഹചാരികളും അവരെ എങ്ങനെയെങ്കിലും നമ്മളെ അള്ളാഹുവിനെ ധിക്കരിക്കാനും അവനെ വിശ്വസിക്കുവാനും അവനെതിരെ പ്രവർത്തിക്കുവാനും അവന്റെ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും നിച്ചുകൊണ്ടും ജീവിക്കാനുള്ള പ്രവണതയും ദുർബോധനങ്ങളും വിട്ടു തന്നുകൊണ്ടേയിരിക്കും.
അത് ഇബ്ലീസിന്റെ പണി ഇബ്ലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിൻപറ്റിക്കൊണ്ട് അവരുടെ ഖാദിമീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മശായിഖന്മാർ, ഹക്കായ പണ്ഡിതന്മാർ, ഇവരെല്ലാവരും ജനങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് നയിക്കാനും അവന്റെ നേർമാർഗം കാണിച്ചു കൊടുക്കാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അള്ളാഹു താലാനെ അനുസരിക്കുവാനും അവന് നന്ദി ചെയ്യുവാനുള്ള ഒരു പ്രവണതയും ഒരു ടെൻഡൻസി, ഒരു പ്രവണതയും ഒരു മാനസികാവസ്ഥയുമാണ് ശരിക്കു പറഞ്ഞാൽ മനുഷ്യനിലുള്ളത്. അള്ളാഹു താല അവന്റെ നമ്മളെ ഉള്ള സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. പിന്നെ പിശാചാണ് അതൊക്കെ മറവ് ചെയ്ത് എന്നിട്ട് ധിക്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും നമുക്ക് നോക്കാം. വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അത്യാവശ്യമായ 3 കാര്യങ്ങൾ. ഒന്ന് അള്ളാഹുവിനെ ഓർക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആലാനെ ഓർക്കലാണ്. രണ്ടാമത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. മൂന്നാമത്തത് മരണത്തെ ഓർക്കലാണ്. അള്ളാഹുവിനെ ഓർക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, മരണത്തെ ഓർക്കുക. ഈ 3 കാര്യം. പക്ഷെ ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. നിർബന്ധമായ കാര്യങ്ങൾക്ക് ശേഷമുള്ളതാണ് ഇതൊക്കെ. അള്ളാഹു താല നിർബന്ധമായി അനുഷ്ഠിക്കാൻ പറഞ്ഞതും നിർബന്ധമായി ഒഴിഞ്ഞു നിൽക്കാനും പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം അവനെ അള്ളാഹുവിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു താലാന്റെ വെറുപ്പ് കൂടാതെ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ അവന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് നേരെ സ്വർഗം പോകുവാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സദാസമയം ഓർക്കുക എന്നുള്ള അള്ളാഹുവിനെ താല്പര്യത്തിന് നിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഓർക്കലല്ല. അത് സാധാരണ എല്ലാവരും ഓർക്കുന്ന അവിശ്വാസികൾ വരെ അള്ളാഹുവിനെ ഓർക്കും. അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞു, ഇദാ ഖളൈതുമുസ് സ്വലാത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും. നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്നവരായും ഇരുന്നവരായും വശങ്ങളിലായിക്കൊണ്ടും, അതായത് കിടന്നവരായും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പൊ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇദാ ഖളൈതുമുസ് സ്വലാ, എന്നിട്ട് ഈ ആകെ മനുഷ്യനും നിൽക്കുക, ഇരിക്കുക, പിന്നെ കിടക്കുക, പിന്നെ ബാക്കിയുള്ള ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് ബന്ധപ്പെടും. ഇപ്പൊ ഓടാണെങ്കിൽ അത് നിൽക്കുന്നതിനോട് ബന്ധപ്പെടും, അല്ലെ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന്റെ 3 അവസ്ഥകളെ പറഞ്ഞു. അപ്പൊ സദാസമയം അള്ളാഹുവിനെ ഓർക്കാൻ അവിടെ പറയും. പിന്നെ വേറൊരു ഖുർആൻ ആയത്തെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, ഉദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദ്വി വൽ ആസ്വാൽ വലാ തകുൻ മിനൽ ഖാഫിലീൻ. ഉദ്കുർ റബ്ബക ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ, നിന്റെ മനസ്സിൽ നീ അള്ളാഹുവിനെ ഓർക്കണം. എങ്ങനെ? തളർറുൻ വഖീഫത്ത്, താഴ്മയോടുകൂടിയും ഭയഭക്തിയോടുകൂടി ഓർക്കണം. വദൂനൽ ജഹരി മിനൽ ഖൗൽ, വാക്കാൽ ശബ്ദമില്ലാതെ, അതായത് വാക്കാൽ ശബ്ദമില്ലാതെ മനസ്സിൽ ഓർക്കണം. ബിൽ ഗുദ്വി വൽ ആസ്വാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. അത് ഖുർആന്റെ ഒരു പ്രയോഗമാണ്. അതിൽ നിന്ന് മശായിഖന്മാര്, അതിന്റെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത്, ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബിൽ ഗുദ്വി വൽ ആസ്വാൽ എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അതായത് സദാസമയം അല്ലാഹുവിനെ ഓർക്കുന്നതിലേക്കാണ് പ്രോത്സാഹനം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാവും. എങ്ങനെ? സദാസമയം മനസ്സിൽ ഖഫിയായ മറഞ്ഞ ദിക്കിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, ഉദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, നീ നിന്റെ റബ്ബിന്റെ നാമത്തെ ഓർക്കുകയും അവനിലേക്ക് ഒരു മുറിഞ്ഞു ചേരൽ തബത്തുൽ ബുത്തൂലിയത്ത്, അതായത് സർവസ്വവും മറന്ന് അവനിൽ മാത്രം മുഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് നീ എത്തുകയും ചെയ്യുക എന്ന്. ഇങ്ങനെയൊക്കെ അല്ലാഹുവിനെ ഓർക്കാൻ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുങ്ങിയത് നമ്മള് ഒരു ദിവസത്തിന്റെ പകുതിയിലധികമെങ്കിലും അള്ളാഹിനെ ഓർക്കുമ്പോഴാണ് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി അള്ളാഹിനെ ഓർക്കുക എന്നുള്ള അവസ്ഥയിലേക്കെങ്കിലും നമ്മൾ എത്തണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തുള്ളൂ.
അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുവാൻ സദാസമയം എങ്ങനെ ഓർക്കാൻ പറ്റും? സർവസ്വം മറന്ന് അള്ളാഹുവിൽ മുഴുകുന്ന ചില നിമിഷങ്ങൾ. എല്ലാ നിമിഷങ്ങളും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യല് ഖുർആൻ എന്ത് ചെയ്യണില്ല, അല്ലെങ്കിൽ അള്ളാഹു താല എന്ത് ചെയ്യുന്നില്ല, അള്ളാഹു റസൂൽ എന്ത് ചെയ്യണില്ല, അതിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. എല്ലാ സമയത്തും എല്ലാത്തിനും മുറിഞ്ഞുകൊണ്ട് അള്ളാഹു ലയിക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് എന്ത് ചെയ്യണില്ല, പ്രോത്സാഹനം ചെയ്യണില്ല. കാരണം അവന് ചില നിമിഷങ്ങളുണ്ട്, മനസ്സിലാവുന്ന ആ നിമിഷങ്ങളിൽ അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞു, എനിക്ക് ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിൽ മുഖറബായ മലക്ക് പോലും എന്റെ കൂടെ ഉണ്ടാവില്ല. ആ നിലക്ക് അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ മനസ്സിലാവും. ആ വിധത്തിൽ അള്ളാഹു റസൂൽ പറഞ്ഞ ഹദീസ് കാണാൻ സാധിക്കും. മനസ്സിലാവുണ്ട്. അല്ലെ ലീ സാഅത്തുൻ, എനിക്ക് ചില സന്ദർഭങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, അങ്ങനെയാ തോന്നുന്ന ഹദീസ്. ഏതാനും ശരി, അത് ഹദീസിന്റെ വാചകങ്ങൾ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഏതായാലും ചില നിമിഷങ്ങളിൽ അള്ളാഹു പൂർണ്ണമായിട്ടൊന്ന് മുഴുകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിന് മുന്നുള്ള അവസ്ഥ അള്ളാഹിനെ ഓർക്കണം. അതാണ് നീ നിന്റെ റബ്ബിനെ ഓർക്കണം. അങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അതിന് ചില നിമിഷങ്ങൾ വരും. അത് അള്ളാഹു നൽകും നമുക്ക്. ഈ യാഫ്ത ഹക്ക് എന്ന് പറയും. ഹക്കിലേക്ക് മുറിഞ്ഞു ചേരുന്ന ഒരു അവസ്ഥ അള്ളാഹ് നൽകും. അതാണ് റബ്ബിക്ക, നീ നിന്റെ റബ്ബിനെ ഓർക്കുക. അത് ഓർത്തിട്ട് കൊത്തബത്തിലേക്ക് തട്ടിയില്ല, അവളിലേക്ക് ഒരു മുറിഞ്ഞു ചേരുകയും ചെയ്യുക. അത് അള്ളാഹു തആല കുറച്ച് നിമിഷങ്ങളെ മനുഷ്യർക്ക് നൽകുകയുള്ളൂ. പിന്നെ അത് നിലനിന്ന് ചിലവർ അത് നിലനിന്ന് അങ്ങനെ പരിശ്രമിച്ച് അങ്ങനെ നിലനിന്ന് പോയ ആളുകളുണ്ട്. അവരെ ബുദ്ധിമുറിയും. അവർക്ക് പിന്നെ ശരീരത്തിന്റെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വരും. ഉദാഹരണമായിട്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ പറ്റാതെ വരും. തന്റെ ഭാര്യയെ നേരാമണ്ണത്തിൽ പരിചരിക്കാൻ, അതായത് അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരും. തന്റെ മക്കളെ, സന്താനങ്ങളെ പോലും നേരാമാർഗത്തിൽ തന്നെ ചിലപ്പോൾ നയിക്കാൻ പറ്റില്ല എന്ന് വരും. ആ അവസ്ഥയിലേക്ക് ഉള്ള ഇത് വരും. കാരണം ഇവര് മർഫുൽ കലമായി മാറി. മനസ്സിലായി. അപ്പൊ അതിനെന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് വലിയ പദവിയില്ല. അതിനേക്കാൾ പദവി ആയി അള്ളാഹു താലാണ് സദാസമയം ഓർക്കും. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് മുഴുകുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതാണ് പൂർണ്ണത. അതാണ് പൂർണ്ണരായ മഹാന്മാരൊക്കെ ചെയ്തിട്ടുള്ളത്. കാമിലായ മുറബികളായ മശായിഖന്മാരൊക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ഷെയ്ഖുന ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, ബഹുമാന ഷെയ്ഖുന ബഹാവുദ്ദീൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി, ശിഹാബുദ്ദീൻ സുഹ്റവർദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉദ്ദസൂഖി റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ഇബ്നു മുഹമ്മദ് തിജാനി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖ് നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആരിഫുദ്ദീൻ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാന്മാരായ ഔലിയാകൾ, സയ്യിദ് അലവി മുംബറമി, സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി ഫന്നാനി, ഉമർ ഖാലി ബിലംഗൂത്തി, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പുത്തമ്പള്ളി പോലെയുള്ള ഇഷ്ടംപോലെ മഹാന്മാര് ഉണ്ട് ഈ രംഗത്തുള്ളത്. മഹാന്മാരായ പൂർണ്ണരായ ആളുകൾ അവര് എന്താണ്, അവരുടെ ഹൃദയം അള്ളാഹുവിന്റെ പ്രേമത്തിൽ, അവന്റെ ഓർത്ത് അവന്റെ പ്രേമത്തിൽ കത്തിക്കൊണ്ടിരിക്കും. അതിന് മഹവു എന്ന് പറയും. എന്നാൽ അവർ സഹവിലായിരിക്കും. ആ സഹവിൽ മുത്തുനബിയുടെ ആ ചര്യയെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട്, മുത്തുനബിയുടെ ഒരു കണ്ണാടിയായി വർത്തിച്ചുകൊണ്ട്, മുത്തുനബിയുടെ ഒരു ഭാഗമായി, മുത്തുനബിയുടെ ജുസ് ആയിക്കൊണ്ട് നിലകൊണ്ട് മുത്തുനബിയെ കാണിക്കുന്ന ഒരു അവസ്ഥ ഈ മഹാന്മാരായ ഔലിയാക്കൾക്ക് ഉണ്ടാവും. ഈ മഹാന്മാരായ പൂർണ്ണരായ ഔലിയാക്കള് അവര് അവരുടെ ബാത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറ് കൊണ്ട് മുത്തജല്ലിയായവരായിരിക്കും. അവരെ നോക്കിയാൽ മുത്തുനബിയെ ഓർമ്മ വരും. മനസ്സിലാവുന്നത് അവർ മുത്തുനബിയിലേക്കുള്ള ഒരു കണ്ണാടികളായും വസീലകളായും വർത്തിക്കും. അത് അള്ളാഹനെ ഓർത്തുകൊണ്ടുണ്ടാവുന്ന പരിണിത ഫലമാണ്, അത് വേറെ ഒന്നുമല്ല. ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറും ഇങ്ങനെ നാവ് കൊണ്ട് ഒരു നാമം ഓർക്കൽ മാത്രമല്ല. ബുത്തൂലിയത്തിന്റെ അവസ്ഥയിലേക്ക് മാത്രം എത്തണമെങ്കിൽ അതോടുകൂടി അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടായിരിക്കും ആ ഓർമ്മ. അള്ളാഹുവിനെ അറിയാതെ ബുത്തൂലിയത്ത് പറ്റൂല. കാരണം എന്താ വെച്ചാൽ അള്ളാഹു താലാന് ജിൻസിനെ തൊട്ടുള്ള പരിശുദ്ധനാണ്, ഫറൈനെ തൊട്ട് പരിശുദ്ധനാണ്, മുഖാലിഫത്തുൽ ഹബാദിദ് സൃഷ്ടികളുടെ എല്ലാ ഗുണങ്ങളെ തൊട്ടുള്ള പരിശുദ്ധനാണ്, സൃഷ്ടികളുടെ എല്ലാ ഗുണങ്ങളെ തൊട്ട് അവന് എതിരാണ്, സൃഷ്ടികളെ പോലെയല്ല. അപ്പൊ അവനിലേക്ക് അങ്ങനെ മുഴുകണമെങ്കിൽ മഅരിഫത്ത് കൊണ്ടേ മുഴുകാൻ പറ്റുള്ളൂ. ദിക്ർ മാത്രം പോരാ, ദിക്റിന്റെ കൂടെ മഅരിഫത്തും വേണം, അള്ളാഹിനെ അറിയും വേണം. അപ്പൊ ഈ ബുത്തൂലിയത്ത് ഖുർആൻ പറഞ്ഞതാണ്. ഇതൊക്കെ മനസ്സിലാവണ്ട. ഖുർആൻ പറഞ്ഞ ബുത്തൂലിയത്തിലേക്ക് എത്തണമെങ്കിൽ മഅരിഫത്ത് ആവശ്യമാണ്, അള്ളാഹുവിനെ അറിയൽ ആവശ്യമാണ്. അള്ളാഹിനെ അറിയുമ്പോൾ ആ ബുത്തൂലിയത്തിലേക്ക് എത്താൻ പറ്റും. മനസ്സിലാണ് മഅരിഫത്ത് ഇലാഹി, അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചും സിഫാത്തിനെ സംബന്ധിച്ചും അവന്റെ അഫ്ആലിനെ സംബന്ധിച്ചും അവന്റെ അസ്മാവിനെ സംബന്ധിച്ചും മനസ്സിലാവുണ്ട്.
അവന്റെ ഉന്നതമായ സിഫാത്തുകളെ സംബന്ധിച്ച് ജമാലിയ സിഫാത്ത്, കമാലിയ സിഫാത്ത്, അവന്റെ അതുപോലെ തന്നെ ഇൻഫിആലിയ സിഫാത്തുകളുണ്ട്, അഫ്ആലിയ സിഫാത്തുകളുണ്ട്. ഇങ്ങനെ പല സിഫാത്തുകളുണ്ട്. അള്ളാഹിനെ സംബന്ധിച്ച് കൂടുതൽ അറിയില്ല സിഫാത്തുകളൊക്കെ ഉണ്ടാണ്. റാത്തിന്റെ മാരിഫത്ത് എന്ന് പറഞ്ഞാൽ സിഫാത്തിന്റെ മാരിഫത്താണ്. സിഫാത്തിലൂടെ റാത്തിനെ അറിയാൻ പറ്റും, അല്ലാതൊരു മാരിഫത്തില്ല. അള്ളാഹിന്റെ റാത്തിന്റെ മാരിഫത്ത് എന്ന് പറഞ്ഞാൽ സിഫാത്തിന്റെ മാരിഫത്താണ്. സിഫാത്തിന്റെ മാരിഫത്ത് അള്ളാഹിന്റെ റാത്തിനെ അറിയില്ല സിഫാത്തിലൂടെയാണ്. അങ്ങനെ അള്ളാഹിന്റെ റാത്തിൽ അവന്റെ വസുല്ലത്തലാണ്. മനസ്സിലാവുന്ന അൽഹംദുലില്ലാ. അപ്പൊ അത് ഉന്നതമായ തലാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ ആദ്യത്തത് ഈ നമുക്ക് അത്യാവശ്യമായ കാര്യം എന്ന് പറഞ്ഞതിൽ മുഖ്യമായിട്ടും പ്രധാനമായിട്ടും അതിനുള്ളത് എന്താണ്? ആദ്യമുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അള്ളാഹിനെ ഓർക്കലാണ്. രണ്ടാമത് ഖുർആൻ പാരായണം ചെയ്യലാണ്. മൂന്നാമത് മരണത്തെ ഓർക്കലാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ സദാസമയം ഓർക്കുക, അല്ലെങ്കിൽ അള്ളാഹിനെ നേരത്തെ പറഞ്ഞതുപോലെ അറിഞ്ഞു ഓർക്കുക എന്നുള്ളത് ആദ്യം ഉള്ള കാര്യമായിട്ട് എണ്ണിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ കാര്യം എണ്ണിയിട്ടുണ്ടെങ്കിലും അതെല്ലാവർക്കും സാധ്യമല്ല. സാധാരണ നിലക്ക് ഇനിയിപ്പോ ഒരാൾ ബൈഅത്ത് മുറബിയ ഈ വേറൊരു വിഷയം അള്ളാഹിനെ സംബന്ധിച്ച് അറിഞ്ഞ് ഈ വിധത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹിനെ അറിഞ്ഞ് അള്ളാഹിനെ ഓർത്ത് അള്ളാഹിന്റെ ആഷിഖായി മാറി, അല്ലെങ്കിൽ അള്ളാഹു താലാന്റെ മുഹബ്ബായി മാറി, അല്ലെങ്കിൽ അള്ളാഹിന്റെ മഹബൂബായി മാറി വിലായത്തിന് ഉന്നത പദവിയിലേക്ക് എത്താനും അത് വിലായത്തിന് കുറഞ്ഞ പദവിയിലേക്ക് എത്താണെങ്കിൽ പോലും ഈ അള്ളാഹിന്റെ മാരിഫത്തിനും മറ്റും അള്ളാഹിനെ അറിഞ്ഞ ആളുകളുമായി ബന്ധപ്പെടണം. അവരെ ശിക്ഷണം സ്വീകരിക്കേണ്ടി വരും. അതായത് അവരെയാണ് ആരിഫീങ്ങൾ എന്ന് പറയുക, മുറബിയ ഷെയ്ഖുമാർ എന്ന് പറയുക. മുറബിയ ഷെയ്ഖുമാരെ എന്തുണ്ടാവുള്ളൂ? അവരെയാണ് ഇത്തിബായ് ചെയ്യാൻ പറ്റുള്ളൂ. തെർബിയത്തിന്റെ ഷെയ്ഖുമാർ ഇത്തിബായ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തെർബിയത്തിന്റെ കാമിലായ ഒരു ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്ത്, ബൈഅത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടി, കരാർ ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെയാണ് അതിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുത്തനബിയുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള ഒരു രീതി അങ്ങനെയാണ്. കരാർ ചെയ്യിപ്പിക്കും. അതായത് ഇന്നത് ചെയ്യും, അവരുടെ നിബന്ധനകൾ ഉണ്ടാവും. അത് കരാറ് ചെയ്യുന്നവർക്ക് മാത്രമേ അവരുടെ ശിഷ്യഗണങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു താല ആത്മീയമായി മുത്തനബിയിലൂടെ അവർക്ക് എത്തിയ, അവരുടെ മശായഖന്മാർക്ക് എത്തിയ ആ വഴിയിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അത് കരാറ് അങ്ങനെയാണ്. അങ്ങനെയാണ് അള്ളാഹുന്റെ റസൂല് വരെ കരാറുകൾ ചെയ്യുന്നതായിട്ട് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അള്ളാഹിന്റെ മാർഗത്തിൽ കയറുമ്പോൾ ഷിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നൊക്കെ മനസ്സിലാവുണ്ട, അതൊന്നും ചെയ്യൂല എന്നും അള്ളാഹ് കൽപ്പിച്ച കാര്യം ഏറ്റെടുക്കുന്നു, അള്ളാഹ് വിരോധിച്ച കാര്യം ജോലി ചെയ്തു കരാറൊക്കെ ചെയ്യിപ്പിച്ച് എന്നിട്ട് അവരവരുടെ തുരീഖത്തിൽ അവരെന്ത് ചെയ്യും? മശായഖന്മാർ അവരുടെ തുരീഖത്തിൽ പ്രവേശിക്കും. മുത്തനബി പോലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. യാ അയ്യുഹൻ നബിയു ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബായിഉനക അലാ അല്ലാ യുശ്രികന ബില്ലാഹി ശൈഅൻ എന്ന് പറയുന്ന വലാ യസ്രിഖന വലാ യസ്നീന വലാ യഖ്തുൽന ഔലാദഹുന്ന എന്നൊക്കെ പറഞ്ഞു കണ്ടുള്ള ആയത്തുകൾ വരുന്നുണ്ട്. ഫബായിഉഹുന്ന ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു ഫബായിഉഹുന്ന വസ്തഗ്ഫിർ ലഹുന്ന അല്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആൻ. അതായത് അല്ലയോ നബിയെ, യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ, ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു വിശ്വാസിനികളായ സ്ത്രീകൾ തങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ യുബായിഉനക ബൈഅത്ത് ചെയ്യാൻ വേണ്ടി, കരാറ് ചെയ്യാൻ വേണ്ടി, അല്ലാ യുശ്രികന ബില്ലാഹി ശൈഅൻ അവര് അള്ളാഹുൽ പങ്കു ചേർക്കുകയില്ല എന്ന്, വലാ യസ്രിഖ്ന അവർ കക്കുകയില്ല, വലാ യസ്നീന അവർ വ്യഭിചരിക്കുകയില്ല, വലാ യഖ്തുൽന ഔലാദഹുന്ന അവരവരുടെ സന്താനങ്ങളെ കൊന്നുകളയുകയില്ല എന്നൊക്കെയുള്ള നിബന്ധന അങ്ങനെ വരിക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വരാണെങ്കിൽ വലാ യഖ്തുൽന ഔലാദഹുന്ന അവരവരുടെ സന്താനങ്ങളെ കുഴിച്ചുമൂടുകയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ ഫബായിഉഹുന്ന അവർക്ക് ബൈഅത്ത് ചെയ്തു കൊടുക്കും. ബുഖാരിയിൽ കാണാൻ സാധിക്കും, സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ എന്താണ്? പുരുഷന്മാരോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്തു കൊടുത്തു. എന്നിട്ട് പുരുഷന്മാരോട് പറഞ്ഞു, പുരുഷന്മാരെ നിങ്ങളും സ്ത്രീകൾ ബൈഅത്ത് ചെയ്തതുപോലെ നിങ്ങളും ബൈഅത്ത് ചെയ്യുക എന്ന് പറയുകയും പുരുഷന്മാർ ബൈഅത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ബൈഅത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, മുത്തനബിയുടെ ചര്യയാണ്. അതിന്ന് ചര്യ ഭാഗ്യമുള്ളവർ ആ ചര്യ അത് പിൻപറ്റിക്കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്താൻ പരിശ്രമിക്കും. ചുരുക്കം പറഞ്ഞാൽ അത് അങ്ങനെ. അപ്പം ഇത് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ കൂടുതൽ സമയം തന്നെ അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാല് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം പെട്ടെന്ന് പറ്റൂല. അത് ബൈഅത്ത് ചെയ്തവർക്ക് തന്നെ അത് തുടക്കത്തിൽ പ്രയാസമാണ്. കാരണം എന്താ? നമ്മളുടെ ബന്ധങ്ങളെല്ലാം ഈ ദുനിയാവിലാണ്. ഇവിടെ നമ്മൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, ജോലിയുണ്ട്, അല്ലെ, പിന്നെ പല ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ നിർവഹിക്കുന്നതോട് കൂടെ നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ വന്ന് അള്ളാഹിനെ നമ്മളെ ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ചൊല്ലുന്നതിന്റെ പേരല്ല, അതൊരു ബാഹ്യമായിട്ട് ആ ദിക്റിന്റെ വാചകങ്ങൾ നാവ് കൊണ്ട് പറയാണ്. മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. ദിക്ർ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്മരണ എന്ന ഓർമ്മയാണ്, മനസ്സിൽ നടക്കുന്ന കാര്യം.
അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അപ്പൊ ഈ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള മനസ്സിനെ ആ നിലയ്ക്ക് ഏകീകരിക്കാനൊക്കെ വല്ല പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് അവസാനം പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആദ്യത്തേക്കൊക്കെ അത് ഒരു എളുപ്പമായി മാറി. അള്ളാഹിനെപ്പോഴും ഓർക്കുക എന്നുള്ളത് എളുപ്പമായി മാറണമെങ്കിൽ ആദ്യം പറഞ്ഞ അതിന്റെ അവസാനം പറഞ്ഞ എന്താ, രണ്ടാമത് പറഞ്ഞ ഖുർആൻ പറഞ്ഞ അവസാനം പറഞ്ഞ എന്താ, മരണത്തെ ഓർക്കുക. ഈ മരണത്തെ ഓർക്കലാണ് ആദ്യം വേണ്ടത്. മഹാന്മാരെ കിതാബിലോ കാണാൻ സാധിക്കും, ഹദീസിനെ കോട്ട് ചെയ്തിട്ട് മഹാന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരു ദിവസം ചുരുങ്ങിയത് 20 പ്രാവശ്യമെങ്കിലും മരണത്തെ ഓർക്കണം. മരണത്തെ ഓർക്കണം എന്തിനാ? മരണത്തെ ഓർത്ത് കരയാൻ വേണ്ടിയിട്ടല്ല. മരണത്തെ ഓർക്കുന്ന മരണത്തിന്റെ ഭയാനകതകളും ഇവിടുന്ന് മരിച്ചു പോകണല്ലോ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയല്ല. മരണത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മരണത്തെ ഓർക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണശേഷമുള്ള ജീവിതത്തെ ഓർക്കലാണ്. എനിക്ക് മരിക്കാനുണ്ട്, ഇലാജലി മുസമ്മ, ഒരു കൃത്യ സമയം വരെ എനിക്കിവിടെ സമയമുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ വിളിക്കും, ഞാൻ അള്ളാഹിന്റെ അടുക്കലേക്ക് പോകേണ്ടവനാണ്. ആ ഒരു ബോധം വരുമ്പോ ഇവിടെ കുറഞ്ഞ ജീവിതം, ഇവിടെ കുറഞ്ഞ കാല ജീവിതമുള്ളൂ അല്ലെ. ഇൻസാൻ എന്താ പറയാ, പാനിക്ക് ബുൽബുലാഹെ ഇൻസാൻ കി ജിന്ദഗി, മനുഷ്യന്റെ ജീവിതം വെള്ളത്തിന്റെ കുമിളകൾ പോലെയാണ്. ഇങ്ങനെ കുമിളകൾ, ഇങ്ങനെ വെള്ളത്തിന്റെ കുമിളകൾ ഇങ്ങനെ വരും, കണ്ട് പൊട്ടിപ്പോകും. ഇത്രേ ഉള്ളൂ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്താ പറയാ, അവളെ അള്ളാന്റെ അടുക്കൽ എത്തിയതിനു ശേഷം ചോദിക്കപ്പെട്ടു എന്നാ കിതാബിലുള്ളതാണ്, വസാലിമാമ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ചോദിക്കപ്പെട്ടത്? ഈ നിങ്ങള് ദുനിയാവിലെ ജീവിതത്തിൽ എങ്ങനെ എത്തിച്ചു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു വാതിലൂടെ കയറി മറ്റേ വാതിലൂടെ ഞാൻ ഇറങ്ങിപ്പോകും. അത്രേ ഉള്ളൂ. അവരൊക്കെ എത്ര കാലം ജീവിച്ചു? നമ്മുടെ ജീവിതം എന്താ അല്ലെ? അപ്പൊ കുറഞ്ഞ കാല ജീവിതമാണ്. ഈ കുറഞ്ഞ കാല ജീവിതത്തില് നമ്മൾ എന്ത് വേണം? ഈ നമ്മളുടെ കുറെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുറഞ്ഞ കാല ജീവിതത്തിൽ അള്ളാഹനെ ഓർക്കണമെങ്കിൽ പ്രയാസം വരും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? മരണത്തെ ഓർക്കണം. മരണത്തെ ഓർക്കുമ്പോൾ അത് എങ്ങനെയാ? മരണശേഷമുള്ള ജീവിതം കാലാകാലത്തുള്ള ജീവിതമാണ്. ഈ കുറഞ്ഞ കാല ജീവിതത്തിൽ നമ്മളോട് പലതും അള്ളാഹു ബന്ധപ്പെടുത്തി തന്നു. ഈ ബന്ധപ്പെടുത്തി തന്നിട്ട് ഈ കളിക്കളാണ്. ഈ കളിക്കളത്തിൽ നമ്മൾ ഇട്ടിട്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഇതിൽ അള്ളാഹുവിന്റെ ഖലീഫയായി, അതായത് അള്ളാഹെ പ്രതിനിധീകരിച്ച് ഓരോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴും, അതായത് മാതാപിതാക്കളോടായാലും ഭാര്യയോടായാലും മക്കളോടായാലും കുടുംബാദികളോടായാലും സഹപാഠികളോടായാലും അയൽവാസികളോടായാലും ഇനി അന്യമതസ്ഥരായ ആളുകളോടായാലും നമ്മളോട് ബന്ധപ്പെട്ട മറ്റ് സുഹൃത്തുക്കളോടായാലും എല്ലാവരോടും ഇവിടെ അള്ളാന്റെ ഒരു പ്രതിനിധിയായിട്ട് എങ്ങനെ ഇവൻ പ്രവർത്തിച്ചു വിജയിക്കുന്നു. ഒരു പ്രവാചകരെ അയച്ചു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ അതിനുള്ള സന്ദേശങ്ങളെല്ലാം ഗൈഡൻസ് നടത്തി, എന്നിട്ട് നമ്മൾക്ക് എല്ലാ ഉപദേശങ്ങളും തന്നുപോയി, എന്നിട്ട് നമ്മൾക്ക് എല്ലാ സാധനങ്ങളും എവിഡൻസ് നമ്മളെല്ലാം തന്നു. എങ്ങനെയാണ് ഇവിടെ അള്ളാഹ് ഈ കളിക്കളത്തിൽ അള്ളാഹുവിന്റെ ഈ പരീക്ഷണത്തിൽ വിജയിക്കുക? ഈ കളിക്കളത്തിൽ ഓരോരുത്തരോട് എങ്ങനെ പെരുമാറണം? ഈ പെരുമാറുമ്പോഴെല്ലാം അള്ളാഹുവിനെ എങ്ങനെ ഓർക്കണം? ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇവിടെ നമ്മൾ മുഖ്യമായിട്ടും ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു എന്താ പറയാ, അതിനുള്ള ഒരു കൃഷിസ്ഥലമാണ്, ഒരു അവിടേക്ക് നേടാനുള്ള കൊയ്തെടുക്കാനുള്ള എന്താ പറയാ ഒരു കൃഷിസ്ഥലമാണ്, അല്ലെങ്കിൽ അവിടേക്ക് വേണ്ടുന്നുള്ള അവിടേക്കുള്ള കാര്യങ്ങൾ സംഭരിക്കാനുള്ള കരസ്ഥമാക്കാനുള്ള സ്ഥലമാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നേറാൻ. അപ്പൊ അത് അറിയാൻ പരിശ്രമിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടണം. എന്തൊക്കെ എന്നോട് എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രവാചകർ അതെനിക്ക് അറിയിച്ചു തന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലൂടെ ആയാലും ഹദീസിലൂടെ ആയാലും. അപ്പൊ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം, അത് പഠിക്കാൻ ശ്രമിക്കണം, അത് പഠിപ്പിച്ചിരുന്ന മശൈഖന്മാരുമായി ബന്ധപ്പെടണം, അത് പഠിപ്പിച്ചിരുന്ന ആളുകളുമായി ബന്ധപ്പെടണം. ആരാണ് അതിന് പഠിപ്പിച്ച യോഗ്യത എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. അത് നല്ല തഖ്വയുള്ള മുത്തഖീങ്ങളായ മാർഗം കൃത്യമായി കാണിച്ചു തരാൻ പറ്റുന്ന ആളായിരിക്കണം. ആ ആളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നേറണം. നമുക്ക് നിർബന്ധമാണേ. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. ഇൽമിനെ തേടൽ നിർബന്ധമാണ് ഓരോ മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ആരെ അല്ലാഹു തആല വിടൂല. നാളെ മഹ്ശറിൽ നമ്മൾ പറയാണ് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ്, പറ്റൂല. നിർബന്ധമാണ് തലബ് ചെയ്യൽ. ഉത്ലുബുൽ ഇൽമ വലൗ കാന ബിസ്വീൻ. നിങ്ങൾ ഇൽമിനെ തേടണം, അത് ചൈനയിലാണെങ്കിലും ശരി. അപ്പൊ അങ്ങനെയൊക്കെ ഇൽമിനെ പ്രോത്സാഹിപ്പിച്ചത് എന്തുകൊണ്ടാണ് അല്ലേ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് ആ ഇൽമിന്റെ പ്രാധാന്യം, ഇൽമിലൂടെ മാത്രമേ നമുക്ക് ഈമാൻ വർദ്ധിക്കുള്ളൂ, അള്ളാഹുവിലേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ മരണത്തിനെ സംബന്ധിച്ച്, ചുരുക്കം പറഞ്ഞാൽ മരണത്തിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ അതിനൊക്കെ തോന്നുള്ളൂ നമുക്ക്. മരണശേഷമുള്ള ജീവിതം, ആ ജീവിതത്തിന് വേണ്ടി ഒരു മഹാന് പറഞ്ഞില്ലേ, നീ ഈ ഭൂമി ലോകത്ത് എത്ര കാലം ജീവിക്കുന്നോ അത്ര കണ്ട് നീ എന്ത് ചെയ്യുക, അതിനു വേണ്ടി നീ ഈ ഭൂമിയിൽ അവിടുത്തെ കാര്യത്തിന് വേണ്ടി അധ്വാനിച്ചു കൊള്ളൂ.
എന്നാൽ ആഖിറത്തിൽ ഇനി എത്ര കാലം ജീവിക്കുന്നു അതിനു വേണ്ടിയുള്ള ഒരു അധ്വാനം ഈ അധ്വാനിച്ചുകൊള്ളു. അപ്പൊ ആഖിറത്തിൽ കാലാകാല ജീവിതത്തിന് എത്ര പേർ അധ്വാനിക്കേണ്ടി വരും? അപ്പൊ മരണശേഷമുള്ള ജീവിതത്തെ, എന്റെ മരണശേഷമുള്ള ജീവിതം എന്തായിരിക്കണം? ഭംഗിയാക്കണം. അവിടെ എനിക്ക് സുഖവും സൗഖ്യവും എനിക്കും എന്റെ ഭാര്യക്കും കുട്ടികൾക്കും സന്താനങ്ങൾക്കും ഉണ്ടാക്കണം. അവിടെ ഒരു വീട് ഉണ്ടാക്കണം. ഇവിടെ നമ്മളെ ഭാര്യക്കും കുട്ടികൾക്കും സന്താനങ്ങൾക്കും വേണ്ടി വീടുണ്ടാക്കാൻ പരിശ്രമിക്കണില്ലേ? എന്നാൽ അവിടെ എന്റെ ഭാര്യക്കും കുട്ടികൾക്കും സന്താനങ്ങൾക്കും വേണ്ടി വീടുണ്ടാക്കണം എന്നുള്ള ചിന്ത വേണം. വീടല്ല, വീടുകൾ ഉണ്ടാക്കണം. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നും. നമുക്ക് മരണത്തെ ഓർക്കുമ്പോൾ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നും. അല്ലാഹുവിന്റെ റസൂൽ മറ്റു ഭാഗത്ത് പറഞ്ഞു, എല്ലാ സൗഖ്യങ്ങളെയും എല്ലാ രുചികളെയും മുറിച്ചു കളയുന്ന ഒന്നിനെ നിങ്ങൾ അധികരിച്ചു കൊടുക്കുക. അതാണ് മരണം. മരണം എല്ലാത്തിനെയും എന്ത് ചെയ്യും? മറപ്പിച്ചു കളയും നമ്മളില്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇടയ്ക്കൊക്കെ ഓർക്കണം, മരണശേഷം എനിക്ക് മരിക്കേണ്ടതുണ്ട്. ഇന്നാണോ നാളാണോ എനിക്കറിയില്ല. അള്ളാഹിന്റെ മുഖദ്ദറിൽ ഓരോരുത്തരും ഓരോ സമയമാവുമ്പോൾ ഇവിടുന്ന് പോകും. ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് ഇവിടുന്ന് പോകും. അപ്പൊ അതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം? ആ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്ന്, ആദ്യമായിട്ടുള്ളത് വിശ്വാസ അഖീദയാണ്. അള്ളാഹിലും അവന്റെ റസൂലിനെ സംബന്ധിച്ചോ ഉള്ള ഈമാനാണ് ആദ്യം ശരിയാക്കേണ്ടത്. അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കണം, അറിയണം. അള്ളാഹിനെ സംബന്ധിച്ച് അറിയാൻ പരിശ്രമിക്കണം. അങ്ങനെ മരണശേഷം നമ്മൾ ജീവിതത്തെ ആഗ്രഹിക്കുന്നത് ആദ്യം ഈമാനാണ്. ഈമാൻ എന്ന സമ്പത്താണ് വല്ലാത്ത സമ്പത്ത്. അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും. എന്റെ ഈമാൻ ശരിയാവണല്ലോ, അള്ളാഹിനോടുള്ള ഒരു വിശ്വാസം യഖീനാക്കണല്ലോ. സൃഷ്ടികളോടുള്ള വിശ്വാസമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട അള്ളാഹുവിനെയാണ് വിശ്വസിക്കേണ്ടത്. എന്റെ പരിപാലകൻ അള്ളാണ്, എന്റെ ഉടമസ്ഥൻ അള്ളാണ്, എന്റെ സൃഷ്ടാവ് അള്ളാണ്, എനിക്ക് എന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവൻ അള്ളാണ്, എന്റെ വിഷമങ്ങൾ വരുമ്പോൾ ആ വിഷമം മാറ്റുന്നവൻ അള്ളാഹുവാണ്, എനിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവൻ അള്ളാണ്, എന്റെ ബലാഹകൾ വരുമ്പോൾ ബലാഹകളെ തട്ടുന്നവൻ അള്ളാണ്. ഇതും അതിന്റെ അപ്പുറവും ഈ ബലാഹകൾ എങ്ങനെ വരുന്നു, രോഗങ്ങൾ എങ്ങനെ വരുന്നു, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തി ഖുർആനും ഹദീസും എന്തു പറഞ്ഞു? ഇത് പഠിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ശരിയാൻ വണ്ണത്തില് ഒരു കാമിലായ മുറബിയ ഷെയ്ഖിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അള്ളാഹിനെ പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ അള്ളാഹിനോട് സ്നേഹം വർദ്ധിക്കുകയും അള്ളാഹിനോടുള്ള ഇഷ്ടം വർദ്ധിച്ചിട്ട് അള്ളാഹിന്റെ അടുക്കൽ എത്താൻ ഇഷ്ടാവും, മരണം ആസ്വാദനാവുകയും ചെയ്യും. അൽ മൗതു ജിസ്റുൻ യൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, മരണം എന്ന് പറയുന്നത് ഒരു പാലമാണ്. ഒരു സ്നേഹിതനെ മറ്റൊരു സ്നേഹിതയിലേക്ക് എത്തിക്കുന്ന പാലമാണ്. അതായത് അള്ളാഹിനെ സ്നേഹിക്കുന്ന ഈ അടിമക്ക്, മുഅ്മിനായ വിശ്വാസിയായ അടിമക്ക് അല്ലെങ്കിൽ വിശ്വാസിനിയായ അടിമക്ക്, തന്റെ മുഹിബായ അള്ളാഹിനെ സ്നേഹിക്കുന്ന അടിമക്ക് അങ്ങോട്ട് അടുക്കാണ്. ഈ അടിമയെ സ്നേഹിക്കുന്ന അള്ളാഹ്ക്ക് അവനെ ചേർക്കുവാനുമുള്ള ഒരു പാലമാണ്, അവനിലേക്ക് എത്തിക്കാനുള്ള പാലമാണ്. അപ്പൊ ഒരു വിശ്വാസി അള്ളാഹിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുമ്പോൾ, ഈമാൻ വർദ്ധിക്കുമ്പോൾ അള്ളാഹിനോട് കൂടുതൽ സ്നേഹം വരും. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഖശിയത്ത്, ഒരു ഭയം എന്റെ ഉള്ളിൽ വരും. സ്നേഹം വിട്ടുപോകുമോ, അല്ല വെറുക്കുമോ, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് തടസ്സമാണെന്ന് വല്ലത് എന്നിൽ നിന്ന് വന്നു പോകുമോ എന്നുള്ള സൂക്ഷ്മത അവന്റെ ഉള്ളിൽ വരികയും ചെയ്യും. രണ്ടും വരും. സ്നേഹവും കൂടുതൽ അധികരിച്ചു വരും. എന്നാൽ ആ സ്നേഹത്തിനനുസരിച്ച് ഒരു ഉൾഭയവും വരും. അള്ളാഹു വെറുത്ത വല്ല കാര്യം എന്നിൽ നിന്ന് വരുമോ എന്നുള്ളതിൽ. അപ്പൊ അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശങ്ങൾ നോക്കും. ഖുർആൻ എന്താ പറഞ്ഞു, ഹദീസ് എന്താ പറഞ്ഞു നോക്കും. എന്നിട്ട് അതിനനുസരിച്ച് അള്ളാഹ് വെറുക്കുന്ന കാര്യങ്ങൾ മാറി നിൽക്കുകയും അത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നേറുകയും ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് അഖീദയാണ്. അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് ശരിയായ വിശ്വാസം അവൻ ആർജിക്കും. മനസ്സിലാവുന്നത്. പിന്നെയുള്ള സൽക്കർമ്മങ്ങളാണ്. സൽക്കർമ്മങ്ങൾ അവൻ അള്ളാഹുവിന് വേണ്ടി, ഇതിനു വേണ്ടിയിട്ട്, അള്ളാഹുവിന് ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ട സങ്കേതമായ സ്വർഗം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതിലേക്കുള്ള കാര്യങ്ങൾ ഒക്കെ ഓന് കൂടുതൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. കാരണം സ്വർഗത്തിലേക്ക് കടന്നാലാണ് അള്ളാഹിന്റെ ലിഖാ ഉണ്ടാവുള്ളൂ. ജന്നത്തുൽ ഫിർദൗസ്, അള്ളാഹിനെ കാണാനുള്ള ആഗ്രഹമുള്ള ആള് സ്വർഗത്തെ കുതിക്കുകയും സ്വർഗം തരാൻ അള്ളാഹിനോട് തേടുകയും ചെയ്യും. അതാണ് പ്രവാചകൻ സ്വർഗത്തെ തേടിയത്. പ്രവാചകൻ എന്താ പറയാ, നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് തേടിക്കോളി എന്ന് പറഞ്ഞതൊക്കെ. അതുപോലെ തന്നെ നരകത്തെ അവൻ ഭയപ്പെടുകയും നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുകയും. കാരണം എന്താ, അള്ളാഹ് വെറുത്ത ആളുകളാണ് അവിടെ ഉള്ളത്. അള്ളാഹുവിന്റെ വെറുപ്പിന്റെ സങ്കേതമാണ്. അതുകൊണ്ട് ഇന്റെ റബ്ബ് വെറുത്തതിക്ക് വേണ്ടാന്നുള്ള നിലക്ക് അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇനി നരകത്തിൽ ഇനി വീടുണ്ടെങ്കിലും അവിടെ ഹൂർലികൾ ഉണ്ടെങ്കിലും ശരി, എപ്രകാരം അവൻ അള്ളാഹിന്റെ ഇഷ്ടത്തിന് പ്രകാരം ഇവിടെ സൗന്ദര്യമുള്ള സ്ത്രീകളെ അവൻ അള്ളാഹു നിക്കാഹിലില്ലാത്ത സ്ത്രീകളെ അവൻ ഉപേക്ഷിച്ചോ, ഹലാലല്ലാത്തതിനൊക്കെ ഉപേക്ഷിച്ചു, അതേപോലെ അവിടെയും അവൻ ഇഷ്ടപ്പെടില്ല. അതിനിപ്പോ നരകത്ത് തീയല്ല, ഇനി ഒരു ഹൂറുണ്ടെങ്കിൽ തന്നെ ഓരത് ഇഷ്ടം, അള്ള വെറുത്ത കാര്യം കൊണ്ട് അത് ഇഷ്ടപ്പെടില്ല. അവനക്ക് അള്ള വെറുത്തത് കാരണത്താൽ അവൻ അതിലത്ര അഭയം തേടും.
മനസ്സിലാവുന്ന അള്ളാഹു കോപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഒരു നുള്ളാണെങ്കിൽ അവനക്ക് വലിയ വേദനയായിരിക്കും. തീ മാത്രമല്ല അവനക്ക് വേദന. അള്ളാഹു വെറുത്ത നിലക്ക് ഒരു ചെറിയ അടിയാണെങ്കിൽ അവർക്ക് വേദനയായിരിക്കും. അള്ള വെറുത്തതാണ് എന്നുള്ള നിലക്ക്. അത് ഈ ലോകത്തുള്ള പരീക്ഷണമായാലും അവർക്ക് വേദനയായിരിക്കും. അള്ള വെറുത്തിട്ടാണോ എന്നുള്ള പേടി അവനക്ക് വരികയും അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യും. ഒരു ബലാവ് വന്നാലും വിശ്വാസിയായ സ്ത്രീ വിശ്വാസിയായ മനുഷ്യൻ വിശ്വാസിനിയായ സ്ത്രീ അള്ളാഹിനോട് പൊറുക്കല്ല തേടാ ചെയ്യുക. കാരണം എന്താ, എന്റെ വല്ല പാപങ്ങൾ കാണത്തല്ല, അതാണ് ശിക്ഷയാണെങ്കിൽ പഠിച്ചോനെ എനിക്ക് പുറത്തു തട്ടുക, അല്ലെങ്കിൽ അവർക്ക് വിഷയം ഉണ്ടാവില്ല. അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള അവരിലേക്ക് അടുപ്പിക്കാനുള്ള അവന് സ്നേഹം കൊണ്ടുള്ളതാണെങ്കിൽ ബലാണെങ്കിൽ അവർക്ക് അതൊന്നും വിഷയം വരില്ല, അവർക്ക് വേദന ഉണ്ടാവില്ല. വേദന അവർക്ക് വിഷയമല്ല, അതിനേക്കാൾ അവനോടുള്ള ഹബ്ബ് കാണുന്നത് ഈ വേദന അറിയാതെ പോകുന്നത്. അങ്ങനെ ഓക്കെ. അപ്പൊ മരണത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ഓർക്കലാണ്. അത് ഓർക്കുമ്പോൾ ഇവനിക്ക് ഇത് മാറ്റപ്പെടണം. അങ്ങനെ മാറ്റുന്ന ഒരാള് ചെയ്യുന്നൊരു കാര്യമാണ് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ ഹുബ്ബിലേക്ക് അടുക്കാൻ, അള്ളാഹിന്റെ വിലായത്ത് കിട്ടാനും അള്ളാഹുവിന്റെ ഖുർബ് കിട്ടാനും ഏറ്റവും നല്ലൊരു മാധ്യമമാണ് പരിശുദ്ധ ഖുർആൻ. അതിന് സവാബ് കിട്ടാനും അവ ഏറ്റവും നല്ല മാർഗമാണ് പരിശുദ്ധ ഖുർആൻ. അവന്റെ ഹൃദയം വൃത്തിയാവാൻ ഏറ്റവും നല്ല മാർഗമാണ് പരിശുദ്ധ ഖുർആൻ. കാരണം അല്ലാഹു തആല ഹൃദയത്തിന്റെ രോഗങ്ങൾ, കിബർ, ഹസദ്, ഉജ്ബിരി അങ്ങനെ പോലുള്ള പല രോഗങ്ങളൊക്കെ വന്ന കറകൾ ഉണ്ടെങ്കിൽ അവനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റില്ല. ആ കറകളൊക്കെ മായ്ച്ചു കളിച്ചു, പാപങ്ങളുടെ കറകളൊക്കെ മായ്ച്ചു കളി പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ. അപ്പം പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതുന്നു. അപ്പൊ രണ്ടാമത് എന്ത് ചെയ്യണം, ഇവിടുന്ന് അങ്ങോട്ടാ പോകണം. മരണത്തെ ആ തുടക്കത്തിൽ ഓർക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ശരിയായി വരും. മരണത്തെ ഓർക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ട് അപ്പൊ അവന് ഖുർആൻ പാരായണം ധാരാളം ചെയ്യും. അള്ളാഹിന്റെ കലാമിനോട് വലിയ ഇഷ്ടമായിരിക്കും എനിക്ക്. അതുകൊണ്ട് അള്ളാഹിന്റെ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, കാരണം അള്ളാഹിനോട് ഹുബ്ബ് കൊണ്ടാണ് പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരിക്കും. ഒരു ഈനാസായിരിക്കും, ഒരു നേരം പോക്കായിരിക്കും ഖുർആൻ പാരായണം. ഒരു കഥയായിരിക്കും നേരം പോക്ക്. അള്ളാഹിന്റെ ഖുർആൻ ഓതുമ്പോ അള്ളാഹിന്റെ കൂടായ്മയായിട്ട് തോന്നുന്നു എനിക്ക്. കാരണം അള്ളാഹിന്റെ കലാമല്ലേ, നാവ് എന്റേതാണ്, കലാം അള്ളാഹിന്റെതാണ്, സംസാരം അള്ളാഹിന്റെയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ സിഫത്തല്ലത്. അപ്പൊ അവന്റെ കൂടെയാവല്, അവന്റെ സിഫത്തിന്റെ എഴുത്തിബാറിൽ അവനിലേക്ക് അവൻ എത്തും. ഖുർആൻ ഓതുമ്പോൾ സിഫത്തിനെ എഴുത്തിബാറ്, സിഫത്തിനെ പരിഗണിച്ചുകൊണ്ട് അതിലേക്ക് ചിന്തിച്ചുകൊണ്ട് അവനിലേക്ക് എത്തി അവൻ ഖുർആൻ പാരായണം ചെയ്യും. അള്ളാഹിന്റെ ഖുർബ് അവന് ഖുർആൻ പാരായണത്തിലൂടെ കിട്ടും. അവനൊരു നേരം പോക്ക് അതായിരിക്കും, ഖുർആൻ പാരായണം ചെയ്യലായിരിക്കും. നല്ലോണം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവന്റെ ബാത്തിന്, അവന്റെ അകം, അവന്റെ ലാഹിർ, അവന്റെ പുറം എല്ലാം പ്രകാശിക്കാൻ തുടങ്ങും. എങ്ങനെ? അള്ളാഹിനെ കൊണ്ട് പ്രകാശിക്കാം, സൃഷ്ടികളെ കൊണ്ടല്ല. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, രണ്ടാമതുള്ള ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അവർക്കൊരു ചിന്ത വരും, ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്റെ റബ്ബ്, ഈ ഖുർആനിലൂടെ എന്റെ റബ്ബ് എന്താണ് പറഞ്ഞിട്ടുള്ള ഒരു ചിന്ത അവനക്ക് വരും. അങ്ങനെ അവൻ ഖുർആൻ പഠിക്കാൻ തുടങ്ങും. അപ്പൊ കുറെ ആയില്ല ഞാൻ ഓതാൻ തുടങ്ങിയിട്ട്, ഇതിൽ എന്താണ് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖുർആന്റെ നല്ല സുന്നി, അതായത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ എഴുതിയ തഫ്സീറുകളോ വായിക്കാൻ തുടങ്ങും. മശായഖന്മാരോട് അവൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കാൻ തുടങ്ങും. ഖുർആന്റെ അഹ്ലുകാരായ മശായഖന്മാരിൽ നിന്ന് ചോദിച്ചു പഠിക്കുമ്പോൾ ഒന്നുകൂടി സൗന്ദര്യമായി മാറും, അലങ്കാരമായി മാറും ഖുർആൻ അവന്. അപ്പൊ ഖുർആൻ ഓതല് മാത്രമല്ല, ഓതല് കൊണ്ടോ മതിയാക്കൂല, ഓ കൂടുതൽ പഠിക്കാൻ തുടങ്ങും. ഖുർആൻ എന്റെ റബ്ബ് എന്നോട് എന്താണ് പറഞ്ഞത്, എന്നിട്ട് അത് അനുധാവനം ചെയ്യാൻ അവൻ തുടങ്ങും. അൽഹംദുലില്ലാഹ്. അതാണ് പരിശുദ്ധ ഖുർആൻ. പിന്നെ അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആലാന്റെ ഓർമ്മ ഓൾറെഡി വരാൻ തുടങ്ങുന്നു. പിന്നെ അവനക്ക് അള്ളാഹനെ ഓർക്കല് എളുപ്പമായി മാറി, ഭാരമാവൂല, അവർക്ക് എളുപ്പമായി. അവന് ഒരു റബിയ ഷെയ്ഖുമാരെ ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് അൽഫാസിയ ദിക്ർ പോലെയുള്ള ഖഫിയായ ഇസ്മുൽ ആലമിന്റെ ദിക്റൊക്കെ അവനക്ക് ഖഫിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. പിന്നെ അവൻ അള്ളാഹുവിനെ, ഓനക്ക് ഏത് ജോലിയും ഒരു സൃഷ്ടി അവനക്ക് മാറാവൂല. മനസ്സിലാവുണ്ട്? ഒരു സൃഷ്ടികളും അവനക്ക് മാറാവൂല. ജോലി ചെയ്യലൊന്നും അവനക്ക് അള്ളാഹനെ മറക്കണതാവൂല. ഏത് ജോലിയിലും, ഈ ഭാര്യയുമായി ഇടപെടാണെങ്കിലും, കുട്ടികളെ സ്നേഹിക്കുകയാണെങ്കിലും, ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിലും, അവരോട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും, അവരോട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലും, മറ്റുള്ള സാമൂഹികമായ കാര്യങ്ങൾ ബന്ധപ്പെടാണെങ്കിലും, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, എപ്പോഴും ഓന് മുഹബ്ബ് ഉള്ളിൽ ആ തരംഗം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആര്? അള്ളാഹിനോടുള്ള ഓർമ്മ ഓർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓനക്ക് പ്രയാസം ഉണ്ടാവില്ല, അള്ളാഹിനോർക്ക് പ്രയാസമാവില്ല. അപ്പൊ സദാസമയം ഓർക്കുന്നുള്ള ഓർക്ക് പ്രയാസമാവില്ല. അള്ളാഹിനെ മറത്തുള്ള ജീവിതം അവർക്ക് വരൂല, നിമിഷങ്ങൾ വരൂല. ഓരോ ശ്വാസവും അള്ളാഹിന്റെ സ്മരണയിലായിട്ട്, അള്ളാഹിന്റെ ദിക്റിലായിട്ട്, അവരുടെ ഹബ്ബിലായി പോയിക്കൊണ്ടേയിരിക്കും. എന്തൊരു രസമുള്ള ജീവിതം ആലോചിച്ചു. ഇത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹദീസിനെ കോട്ട് ചെയ്ത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 10 കിതാബിൽ കാണാൻ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു പോയിട്ടുണ്ട് മഹാന്മാർ. ഔലിയാക്കളായ മഹാന്മാർ എഴുതിയ കിതാബുകളിൽ സൂചന നൽകി പോയിട്ടുണ്ട്.
10 കിതാബിൽ കാണാം. എന്താണ്? മൻ അറാദ സ്വാഹിബൻ ഫല്ലാഹു യക്ഫീഹി വമൻ അറാദ മൂനിസൻ ഫൽ ഖുർആനു യക്ഫീഹി വമൻ അറാദ വാഇലൻ ഫൽ മൗതു യക്ഫീഹി. കണ്ടാ, ഇത് മഹാന്മാർ പറഞ്ഞതാണ്, നമ്മൾ ശൈഖന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ത് മഹാന്മാർ പറഞ്ഞു? മൻ അറാദ സ്വാഹിബൻ, ആർക്കെങ്കിലും ഒരു കൂട്ടുകാരൻ ആവശ്യമുണ്ടെങ്കിൽ ഫല്ലാഹു യക്ഫീഹി, അല്ലാഹു തആല അവന് മതിയായവൻ. അല്ലേ? പലർക്കും സന്താനങ്ങൾ നഷ്ടപ്പെട്ട വിഷമത്തിലായിട്ട് ഇങ്ങനെ അതിങ്ങനെ ഓർത്ത് സമയം കളയുന്ന ആൾക്കാരുണ്ട്. വേറെ പലതിലും അങ്ങനെ സമയം കളയുന്ന ആൾക്കാരുണ്ട്. പിന്നെ പലർക്കും നല്ല ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടാവും, പക്ഷെ അവരെപ്പോഴും കൂടെ ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടാവും. എന്തിനാ അങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് സമയം കളയുന്നത്? നിങ്ങളെ സ്വാഹിബ് അല്ലാഹ് ആയിരിക്കട്ടെ. അതാണ് പറയുന്നത്. മന്നറാദ സ്വാഹിബൻ, ആരെങ്കിലും ഒരു സുഹൃത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്ലാഹു യക്ഫീഹി, അവൻ അല്ലാഹു മതിയായതാണ്, അവൻ അല്ലാഹ് മതിയായവനാണ്. അങ്ങനെയാണ്. അവൻ നല്ല രസമായിരിക്കും, അല്ലാന്നിട്ട് അങ്ങനെ കൂടും. പിന്നെ ഓമൻ അറാദ മൂനിസൻ, ആർക്കെങ്കിലും ഒരു നേരം പോക്കുകാരനെ ആവശ്യമുണ്ടെങ്കിൽ ഫൽ ഖുർആനു യക്ഫീഹി, ഖുർആൻ അവന് മതിയായതാണ്. ഖുർആൻ മതിയായതാണ്. നേരം പോക്കുകാരൻക്ക് ഖുർആൻ ഉണ്ട്, അവനക്ക് നേരം പോക്കാവാൻ. അവൻ അങ്ങനെ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ പോകും. പിന്നെന്താ പറഞ്ഞത്? മന്നറാദ വാഇലൻ ഫൽ മൗതു യക്ഫീഹി, ആർക്കെങ്കിലും ഒരു ഉപദേശിയെ ആവശ്യമുണ്ടെങ്കിൽ, ഒരു വഅള് പറയുന്ന ആൾ ആവശ്യമുണ്ടെങ്കിൽ ഫൽ മൗതു യക്ഫീഹി, മരണം അവന് മതിയായതാണ്. മരണം മതി അവനക്ക്. മനസ്സിലായി? മരണത്തെ ഓർക്കുമ്പോൾ അവന് അത് തന്നെ ഒരു ഉപദേശിയായി മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ മശായിഖന്മാരുടെയും ഉസ്താദന്മാരുടെയും ഹഖായ പണ്ഡിതന്മാരുടെയും പദവികൾ അല്ലാഹു തആല ഉയർത്തട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന മശായിഖന്മാർ, ഉസ്താദന്മാർ, മാതാപിതാക്കന്മാർ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, അവരുടെ സന്താനങ്ങൾ, നമ്മളോട് ബൈഅത്ത് ചെയ്ത ആളുകൾ, അല്ലാഹു തആല നമ്മുടെ ശിഷ്യന്മാർ, ശിഷ്യകൾ, മറ്റു എല്ലാ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ, എല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യത്തോടുള്ള, അവൻ തൃപ്തിപ്പെട്ട നിലയിലുള്ള, അവർ പ്രത്യേക സംരക്ഷണത്തിലുള്ള, ഇജ്ജത്തുള്ള ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശത്രുക്കളെ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ. മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഫലസ്തീനികളെ പ്രയാസപ്പെടുത്തുന്ന ആ ഇസ്രായേലുകളെ അല്ലാഹു തആല അവരിലേക്ക് തന്നെ ആ ബലാകളൊക്കെ മടക്കട്ടെ. അല്ലാഹു തആല അവരുടെ ഷർറുകളെ തൊട്ട് ഫലസ്തീനികളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. അവന്റെ ഗൈബിയ നുസ്രത്തുണ്ട് അവരെ സഹായിക്കട്ടെ. അവന്റെ ഭാഗത്തുള്ള സഹായികൾ അല്ലാഹു തആല അവർക്ക് സംരക്ഷകരായി നൽകട്ടെ. ആ ഫലസ്തീനികളെ ഉപദ്രവിക്കുന്ന ഇസ്രായേലുകൾക്ക് അല്ലാഹു തആല അവരെ നശിപ്പിക്കട്ടെ. അല്ലാഹു തആല അവർക്ക് ഒന്നുകിൽ ഹിദായത്ത് നൽകട്ടെ, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കട്ടെ. അല്ലാഹു തആല അവരുടെ സൈന്യങ്ങളെ അല്ലാഹു തആല ഭയം കൊണ്ട് അവരെ വിറപ്പിക്കട്ടെ. അല്ലാഹു തആല അവരെ ഛിന്നഭിന്നമാക്കട്ടെ. اللهم شتت شملهم ومزق جمعهم وزلزل اقدامهم يا رب العالمين. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ. അവർക്കെതിരെയുള്ള എല്ലാവരെയും അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. റഹ്മാനായ റബ്ബി എല്ലാവർക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഹിദായത്ത് നൽകട്ടെ. സന്മാർഗം പുൽകാനുള്ള ഒരു സൽബുദ്ധി കൊടുക്കട്ടെ. ഒരു തൗഫീഖ് അല്ലാഹു തആല അവർക്ക് നൽകട്ടെ. വതവഫനാ മുസ്ലിമീൻ വഹഖനാ ബിസ്വാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഏവർക്കും ആരോഗ്യത്തോടുള്ള നീ തൃപ്തിപ്പെട്ട നിലയിൽ ദീർഘായുസ് നൽകണമേ. ഞങ്ങൾ ഏവരുടെയും ആയുസ്സിലും ആരോഗ്യത്തിലും ഡിസബിലും ബർക്കത്ത് ചെയ്യണമേ. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ദൂരീകരിച്ചു തരുകയും പ്രശ്നങ്ങളെല്ലാം ഖൈറോടുകൂടി പരിഹരിച്ചു തരുകയും ചെയ്യണമേ അല്ലാഹ്. ഞങ്ങളുടെ ബന്ധപ്പെട്ടവരുടെയും രോഗങ്ങളെല്ലാം ഷിഫയാക്കി തരണമേ അല്ലാഹ്. അല്ലാഹുവേ, ഇരുലോകത്ത് ഞങ്ങളെ കൊണ്ട് നീ തൃപ്തിപ്പെട്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിജാഹി സയ്യിദിനാ നബിയിനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.